സംസ്ഥാനത്തെ ഉയർന്ന ചൂടിൽ ഇന്നും അതിജാഗ്രത. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇന്നും തുടരും. കൊച്ചി, കാക്കനാട് ഒരാൾക്ക് സൂര്യാതപമേറ്റു. ഉഷ്ണതരംഗത്തെ തുടർന്ന് മരിച്ചവർക്ക് ധനസഹായം നൽകുന്നത് അടുത്ത മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ ആലോചിക്കുന്നില്ല എന്നും വൈദ്യുതി മന്ത്രി വ്യക്തമാക്കി. ഉണ്ടാവില്ല എന്നുള്ള ഞങ്ങൾ അതിനുള്ള കരാറൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വലിയ വില കൊടുത്തിട്ടാണ്, വലിയ നഷ്ടം വന്നാലും ഇത് ഇല്ലാതെ കഴിക്കാനാണ് ശ്രമിക്കുന്നത്. പീക്ക് അവറിൽ 15 റുപ്യ തൊട്ട് 20 റുപ്യ വരെ കൂടുതൽ കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. ഈ ദീർഘകാല കരാർ വെച്ചതിന് ശേഷമുള്ളത് ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതെന്ന് ആലോചിക്കണം. ഞാൻ മാത്രം തീരുമാനിക്കുന്നതല്ലോ, മുഖ്യമന്ത്രിയുടെ 2-ാം തീയതി ക്യാബിനറ്റൊക്കെ ഉണ്ടല്ലോ, അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആലോചിക്കാം. നിഖിൽ പ്രമേഷ് ചെയ്തുകൊണ്ട് പാലക്കാട് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, ഒരു രക്ഷയുമില്ലാത്ത ചൂടെന്ന് പറയില്ല, അതുപോലത്തെ ചൂടാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പലയിടങ്ങളിലായി. ഈ പറയുന്ന 3 ജില്ലകൾ മാത്രമല്ല, മറ്റെല്ലായിടങ്ങളിലും ശക്തമായ രീതിയിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട് എന്ന് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നു. ഇപ്പോൾ കൊച്ചിയിലടക്കം ഒരാൾക്ക് സൂര്യാതപമേറ്റു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ജാഗ്രത നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്? അപ്പോൾ വൈദ്യുതി മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? പ്രജിൻ, ഇത് പൊള്ളുന്ന ചൂടല്ല, കൊല്ലുന്ന ചൂടാണ്. ആ തരത്തിലേക്ക് മാറുകയാണ്. കാരണം കഴിഞ്ഞ 2 ദിവസത്തിനിടെ ഏതാണ്ട് 2 പേരാണ് ജില്ലയിൽ സൂര്യാഘാതമേറ്റ് മരിച്ചത്. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് മരിച്ചത്. ജില്ലയിൽ ആകെ 3 പേർ ഈ കൊടും ചൂട് കാരണം മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരാൾ നിർജ്ജലീകരണം മൂലമാണ് മരിച്ചത്. ഞാനൊരു വയലിലാണുള്ളത്. നോക്കൂ, കരിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. പാലക്കാടിൻ്റെ ഹൃദയം പൊള്ളുകയാണ്. പകൽ സമയങ്ങളിലൊന്നും തന്നെ, ഇപ്പോൾ ഈ മേഖലകളിലൊന്നും തന്നെ പണികളൊന്നും നടക്കുന്നില്ല. തൊഴിലാളികളോട് ഈ പകൽ സമയങ്ങളിൽ ജോലി ചെയ്യേണ്ട എന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിരിക്കുകയാണ്. ആളുകൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് രാവിലെ പുറത്തേക്ക് ഇറങ്ങുന്നു. അവർ വിയർത്തു കുളിച്ച് തിരികെ എത്തുകയാണ്. ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത സാഹചര്യം. പ്രത്യേകിച്ച് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത്. പ്രജിൻ, നമ്മൾ ഓട്ടോക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ അതിരാവിലെ അവർ ജോലിക്ക് ഇറങ്ങുന്നു. ഒരു 10 മണിയാകുമ്പോഴേക്കും തന്നെ അവർ തിരിച്ചു കയറുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്റ്റാൻഡിൽ തുടർന്നിട്ട് കാര്യമില്ല, ആരും വരുന്നില്ല ഓട്ടോയിൽ കയറാൻ. ഇനി കയറുകയാണെങ്കിൽ തന്നെ ഈ കൊടും ചൂടത്ത് യാത്ര ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇത് മാത്രമല്ല, ഈ ഡ്രൈവർമാരുടെ ആരോഗ്യവും പെട്ടെന്ന് തന്നെ തളർന്നു പോവുകയാണ്. നമ്മൾ തന്നെ ഇപ്പോൾ ഈ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ തളർന്നു പോവുകയാണ്. ശരീരമാകെ തളർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഈ ഉഷ്ണതരംഗം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പരിചിതമല്ല ഒട്ടും. പാലക്കാട്ടുകാർക്ക് അവർ സാധാരണ ചൂടിനെയൊക്കെ വളരെ വേഗത്തിൽ പ്രതിരോധിക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ ഉഷ്ണതരംഗത്തെ പ്രതിരോധിക്കാൻ അവർക്കും കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെടുകയാണ്. ഇപ്പോൾ ഈ കുട ഉപയോഗിച്ചുകൊണ്ടാണ് അധികവും ആളുകൾ പുറത്തിറങ്ങുന്നത്. അല്ലാതെ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയുമാണ്. എന്തായാലും 42 ഡിഗ്രിക്ക് മുകളിലാണ് പല വെതർ സ്റ്റേഷനുകളിൽ നിന്നും ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഏതാനും ദിവസങ്ങൾ കൂടി തുടരുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വിദഗ്ധർ അറിയിക്കുന്നതും. അതുകൊണ്ട് എങ്ങനെ സഹിക്കും ഈ ചൂടിനെ എന്നാണ് പാലക്കാട്ടുകാർ ചോദിക്കുന്നത്. പ്രജിൻ, ശരി. പാലക്കാട് നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. അലക്സ് റാംഹൂദ് അവിടെ നൽകും കൂടുതൽ വിവരങ്ങൾ. ഒപ്പം തൃശ്ശൂരിൽ നിന്ന് അശ്വിൻ പാലാഴി കൂടി ചേരുന്നുണ്ട്. അശ്വിനിലേക്കാണ് ആദ്യം. അശ്വിൻ, തൃശ്ശൂരിലും ഇന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്താണ് അവിടുത്തെ സ്ഥിതി? ഈ അനുഭവപ്പെടുന്ന ചൂട് അത് വളരെയധികം അധികമാണെന്ന് നാട്ടുകാർ അടക്കം പറയുന്നു. വിവരങ്ങൾ. അധികമെന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും പ്രജ. കാരണം അസഹനീയമാണ്. ഒരു തരത്തിലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് തൃശ്ശൂരിലുള്ളത്. മെയ് 2 വരെ 40 ഡിഗ്രി വരെ ചൂട് ഉയർന്നേക്കാം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ജില്ലയിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം ഉഷ്ണതരംഗത്തിൻ്റെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പക്ഷേ ആശ്വാസകരമായ ഒരു കാര്യം, ഇതുവരെ സൂര്യാതപമോ ഏറ്റ ഒരു റിപ്പോർട്ട് ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് വെള്ളാനിക്കരയിലാണ്. അവിടെ 38.2 ഇന്ന് രാവിലെ രേഖപ്പെടുത്തിയ ചൂട്. ഒപ്പം 11 മണി മുതൽ 3 മണി വരെ അത് ഉയർന്നേക്കാനുള്ള സാധ്യതകളും കാലാവസ്ഥാ നിരീക്ഷകർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു തരത്തിലും പുറത്തേക്ക് ഇറങ്ങാനോ ജോലി ചെയ്യാനോ ഒന്നും കഴിയാത്ത സാഹചര്യമാണ് എന്നുള്ളതാണ് നാട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത്. എന്തായാലും അങ്ങനെയാണ് തൃശ്ശൂരിലെ ഒരു ചൂട് മുന്നോട്ട് പോകുന്നത്. എന്തായാലും 3 മണി വരെ ഈ പുറത്തിറങ്ങിയുള്ള ജോലികൾ പലരും നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ, തൃശ്ശൂർ ടൗണിൽ പോലും ഓട്ടോറിക്ഷകളൊക്കെ പലരും ഇനിയിപ്പോൾ 3 മണിക്ക് ശേഷം ഓടുന്നുള്ളൂ എന്നുള്ള നിലപാടിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അവർ പ്രേരിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം അത്രത്തോളം ചൂട് ഇവിടെ ഉണ്ടാകുന്നു. എന്തായാലും മെയ് 2 വരെയാണ് ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. 3 മണി വരെ പരമാവധി പുറത്തിറങ്ങാതിരിക്കാനും നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ്. ശരി, അശ്വിൻ പാലാഴിയാണ് തൃശ്ശൂരിൽ നിന്നും ചേർന്നത്. ഇനിയിപ്പോൾ തിരുവനന്തപുരത്തേക്ക് അലക്സ് റാംഹൂദുണ്ട്. അലക്സ്, നമ്മൾ കണ്ട് പരിചയമില്ലാത്ത രീതിയിലുള്ളൊരു കാലാവസ്ഥയാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത് എത്ര നാൾ തുടരുമെന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ എന്താണ് ഈ പ്രതിഭാസത്തിന് കാരണമെന്ന് അധികൃതർ വിശദീകരിക്കുന്നുണ്ടോ? അലക്സ്.
കേരളത്തിന് പരിചിതമല്ലാത്ത ചൂടാണ് ഈ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ, കൊല്ലത്ത്, തൃശ്ശൂർ, ഒപ്പം വടക്കൻ കേരളമൊക്കെ അങ്ങേയറ്റം വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നൊരു മേഖലയായി മാറിയിട്ടുണ്ട്. പലയിടത്തും വെള്ളമടക്കം കിട്ടാത്ത സാഹചര്യമുണ്ട്. പല മേഖലകളിലും അത്തരത്തിൽ ആളുകൾ അസഹനീയമായ ചൂട്, ഈ ഉഷ്ണം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. പക്ഷേ മറ്റിടങ്ങളിൽ അങ്ങനെയല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ ഉഷ്ണതരംഗം മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിൽ തന്നെ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി ഉഷ്ണതരംഗം സ്ഥിരീകരിക്കുക പോലും ചെയ്യുന്നുണ്ട്. പാലക്കാട് ഇന്നലെ രേഖപ്പെടുത്തിയ ചൂട് 41.6 ഡിഗ്രി സെൽഷ്യസ് ആണ്. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 5.3 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂടാണ് പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. ഇനി പാലക്കാട് ജില്ലയിലെ മറ്റ് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളുടെ കണക്കുകൾ എടുത്താൽ ആ വെതർ സ്റ്റേഷനുകളിൽ രേഖപ്പെടുത്തിയ ചൂട് അതിലും കൂടുതലാണ്. ഇന്നലെ പാലക്കാട് മുണ്ടൂർ IRTCയിൽ രേഖപ്പെടുത്തിയ 42.6 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. ഈ രേഖപ്പെടുത്തുന്ന ചൂടിനേക്കാൾ ഏതാണ്ട് 5-6 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂടായിരിക്കും മനുഷ്യൻ അനുഭവിക്കുക, അല്ലെങ്കിൽ അനുഭവവേദ്യമാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ അത് താങ്ങാനാകാത്ത ചൂടാണ്, ശരീരത്തിന് ഒരു വിധത്തിലും ഉൾക്കൊള്ളാനാകാത്ത ചൂടാണ്. അത് ആ ബുദ്ധിമുട്ട്, ശാരീരികമായ ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ട് മനുഷ്യർ അനുഭവിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ നേരത്തെ അശ്വിൻ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ വെള്ളാനിക്കരയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. കൊല്ലത്തും സമാനമായി 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരുമെന്ന മുന്നറിയിപ്പുണ്ട്. വെള്ളാനിക്കരയിൽ ഇന്നലെ 39.4 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. കോട്ടയത്തും ആലപ്പുഴയിലും ഈ സീസണിലെ ഏറ്റവും ഉയർന്ന ചൂടാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്തെ ഈ താപനിലയുടെ ശരാശരി പോലും ഇന്നലെയാണ് ഏറ്റവും ഉയർന്ന താപനില ശരാശരി രേഖപ്പെടുത്തിയത്, 37.5 ഡിഗ്രി സെൽഷ്യസ്. ശരി അലക്സ്, അത് തന്നെയാണ്, അസഹനീയമായ ചൂട് എല്ലായിടങ്ങളിലും ഒരുപോലെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതീവ ജാഗ്രത വേണ്ട ഒരു കാര്യം കൂടിയാണ് എന്ന കാര്യം അധികൃതർ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. അലക്സ് റാംഹോദാണ് വിശദാംശങ്ങൾ നൽകിയത്.